മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അയൽവാസിയായ സ്ത്രീ റിമാൻഡിൽ. പൂവൽ അമങ്കോട് സ്വദേശി ഐഷയാണ് റിമാൻഡിലായത്. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് ഐഷയെ അറസ്റ്റ് ചെയ്തത്. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി, NH66, ആണങ്കൂർ, കാസർഗോഡ്. മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനം നൊന്ത് മുളിയാർ സ്വദേശി ജസീലയാണ് കഴിഞ്ഞ മാസം 22-ന് ആത്മഹത്യ ചെയ്തത്. ഐഷയാണ് ജസീലയ്ക്കെതിരെ മോഷണ ആരോപണം ഉന്നയിച്ചതെന്നാണ് വിവരം. ജസീലയുടെ സുഹൃത്ത് അഫ്രീദിന്റെ മാതാവാണ് ഐഷ. നിലവിൽ ഐഷയ്ക്കെതിരെ മാത്രമാണ് ആത്മഹത്യാ പ്രേരണ കേസ് ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം നടന്നുവരുന്നതായും കൂടുതൽ പേർ പ്രതികളാകുമെന്നുമാണ് പോലീസ് പറയുന്നത്. 2 കുട്ടികളുടെ മാതാവായ ജസീല താൻ നിരപരാധിയാണെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് വിഷം കഴിച്ചത്. ഗുരുതരാവസ്ഥയിലായി ചികിത്സയിലിരിക്കെയാണ് മരണം. അതിനിടെ മജിസ്ട്രേറ്റ് മരണമൊഴി രേഖപ്പെടുത്തിയിരുന്നു. യുവതിയുടെ മരണത്തിന് പിന്നാലെ ഭർതൃവീട്ടുകാർക്കെതിരെയും അയൽവീട്ടുകാർക്കെതിരെയും കുടുംബം പരാതി നൽകി. സുഹൃത്തിന്റെ വീട്ടിൽ നടന്ന വിവാഹാഘോഷത്തിനിടെ സ്വർണമാല കാണാതായെന്നും ജസീല മോഷ്ടിച്ചതാണെന്നുമായിരുന്നു ആരോപണം. തുടർന്ന് ആദൂർ പോലീസ് ജസീലയെ ചോദ്യം ചെയ്തിരുന്നു. സംഭവത്തിൽ ജസീലയ്ക്ക് ബന്ധമുള്ളതായി കണ്ടെത്താനായില്ല. പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചതിനു പിന്നാലെ ജസീല കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അതിനിടെ ഭർത്താവിന്റെ വീട്ടുകാർ ജസീലയുടെ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷം കഴിച്ചത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് നാട്ടുകാരും വിവിധ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.